കഥയറിയാതെ ആട്ടം കാണുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസും പെന്റഗണും കാണിച്ചു കൊടുക്കുന്ന പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുക മാത്രമാണ് ട്രംപിന്റെ ജോലി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്ത് വന്നിരിക്കുകയാണ്. യുദ്ധഭൂമിയിലെ തിരിച്ചടികൾ മറച്ചുവെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പെന്റഗൺ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നാണ് വാൻസ് ആരോപിക്കുന്നത്. പെന്റഗൺ വാദിക്കുന്നതിൽ നിന്നും വിരുദ്ധമായി ഇറാന്റെ സൈനിക ശേഷി ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട് എന്നതാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറയുന്നത്. അമേരിക്കയുടെ മിസൈൽ ശേഖരത്തിലുണ്ടായ വൻ ഇടിവ് ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ തകർക്കുമെന്നും വാൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. US വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ അറ്റ്ലാന്റിക് ആണ് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് US നേതൃത്വത്തിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നതായുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിനായി അമേരിക്കൻ സൈന്യം തങ്ങളുടെ ആയുധ ശേഖരത്തിൽ നിന്ന് വൻതോതിൽ മിസൈലുകൾ ഉപയോഗിക്കുന്നത് മറ്റ് ആഗോള മേഖലകളിലെ അമേരിക്കൻ താൽപര്യങ്ങളെ ബാധിക്കുമെന്നാണ് വാൻസ് ചൂണ്ടിക്കാട്ടുന്നത്. ടോമഹോക്ക് മിസൈലുകൾ, മിസൈൽ പ്രതിരോധത്തിലുള്ള ഇന്റർസെപ്റ്ററുകൾ എന്നിവയുടെ ശേഖരം പകുതിയിലധികം ഇതിനകം ചെലവാക്കി കഴിഞ്ഞതായും വാൻസ് ചൂണ്ടിക്കാട്ടിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതോടെയാണ് ആരോ നിയന്ത്രിക്കുന്ന കളിപ്പാവയായി ഡൊണാൾഡ് ട്രംപ് മാറിക്കഴിഞ്ഞതായി ആരോപണമുയർന്നത്. ചൈനയ്ക്കെതിരെ തായ്വാനെയും റഷ്യക്കെതിരെ യൂറോപ്പിനെയും പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ കൈവശമില്ലാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. മുൻപ് യുക്രൈനും ഇസ്രായേലിനും നൽകിയ ആയുധങ്ങൾ കാരണം ആയുധ നിർമ്മാണ ശൃംഖല നേരത്തെ തന്നെ സമ്മർദ്ദത്തിലായിരുന്നു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റും വൈസ് പ്രസിഡന്റ് വാൻസും തമ്മിലുള്ള ശീതയുദ്ധമാണ് ഇപ്പോൾ വൈറ്റ് ഹൌസിലെ പ്രധാന ചർച്ചാ വിഷയം. 2007 ഇറാഖ് യുദ്ധകാലത്തെ സൈനിക നീക്കങ്ങളെ അനുകൂലിക്കുന്ന ഹെക്സെറ്റ് ഇറാനിൽ അതിശക്തമായ ആക്രമണങ്ങൾ തുടരുമെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളിൽ അമേരിക്ക നേരിട്ട പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടി അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിലപാടുകാരനാണ് വാൻസ്. ഹെക്സെറ്റ് പ്രസിഡന്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന യെസ് മാനായി മാറുമെന്ന് വാൻസിന്റെ അനുയായികൾ ആരോപിക്കുന്നുണ്ട്. ഹെക്സെറ്റും വാൻസും ഒരേ കാലഘട്ടത്തിൽ ഇറാഖിൽ താഴ്ന്ന റാങ്കിലുള്ള സൈനികരായി സേവനമനുഷ്ഠിച്ചവരാണ്. ഹെക്സെറ്റ് നാഷണൽ ഗാർഡ് ലഫ്റ്റനന്റും വാൻസ് മറൈൻ കോർപ്സിലെ ജേർണലിസ്റ്റുമായിരുന്നു. എന്നാൽ ഇറാഖ് യുദ്ധത്തിൽ നിന്നും മറ്റ് സായുധ സംഘർഷങ്ങളിൽ നിന്നും അവർ വ്യത്യസ്തമായ നിഗമനങ്ങളിലാണ് എത്തി നിൽക്കുന്നത്. ഒരു യുവ വെറ്ററൻ എന്ന നിലയിൽ ഹെക്സെറ്റ് 2007 ഇറാഖ് സൈനിക നീക്കങ്ങളെ പിന്തുണച്ചിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങൾ കാരണം സൈന്യത്തിന് സ്വതന്ത്രമായി പോരാടാൻ കഴിയാത്തതിനാലാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക തോറ്റതെന്നാണ് ഹെക്സെറ്റിന്റെ വാദം. ഇറാൻ യുദ്ധത്തിലെ ആദ്യ 5 ദിവസങ്ങളിൽ 2003 ഇറാഖ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തേക്കാൾ ഇരട്ടി പ്രഹരശേഷിയാണ് അമേരിക്ക പുറത്തെടുത്തതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. വാൻസും ഹെക്സെറ്റും 2028 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് കണ്ണുവെക്കുന്നുവെന്നതായുള്ള റിപ്പോർട്ടുകളും തർക്കത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. യുദ്ധം പെട്ടെന്ന് ജയിക്കാമെന്ന പെന്റഗൺ പ്രവചനങ്ങൾ പാളിയതോടെ സമാധാന ചർച്ചയ്ക്കായി വാൻസിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ ട്രംപ് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇറാൻ പിൻവാങ്ങിയതോടെ ആ നീക്കവും വെടിനിർത്തലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിനുള്ള ആഭ്യന്തര കലഹം ഇറാൻ യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അതേസമയം ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾക്കായി അമേരിക്ക ഇതുവരെ ഏകദേശം 2.08 ലക്ഷം കോടി രൂപ, അതായത് $25 ബില്യൺ ചെലവഴിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഹൗസ് ആൻഡ് സർവീസസ് കമ്മിറ്റിയിൽ പെന്റഗണിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആദ്യ ഔദ്യോഗിക സാമ്പത്തിക കണക്കുകൾ അവതരിപ്പിച്ചത്. നാസയുടെ ഈ വർഷത്തെ ആകെ ബജറ്റിന് തുല്യമായ വൻ തുകയാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രതിരോധത്തിനായി വിനിയോഗിക്കപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വെളിപ്പെടുത്തൽ ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട്. ട്രംപിനെ പുറത്താക്കണമെന്നും ഇംപീച്ച് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വൈറ്റ് ഹൌസിൽ നിന്ന് പോലും പ്രതിരോധം ഉയർന്നു കഴിഞ്ഞു. യുദ്ധത്തിന്റെ കനത്ത സാമ്പത്തിക ഭാരം സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റുകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടത്തിന് പുറമെ ഫെബ്രുവരി 28 മുതൽ തുടരുന്ന സംഘർഷത്തിൽ 13 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമാവുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.